പഠന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. ഇന്ന് മറ്റ് 2-3 പ്രശ്നങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി, തെറ്റായ പഠനശീലങ്ങൾ. കിടന്നു പഠിക്കുക, പാട്ട് കേട്ടുകൊണ്ട് പഠിക്കുക, അല്ലെങ്കിൽ TV വെച്ചിരിക്കുന്നതിനടുത്ത് പോയിരുന്ന് പഠിക്കുക. ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയോ ചായയോ ഒക്കെ ഉണ്ടെങ്കിലേ പഠിത്തം വരൂ എന്നൊരു ശീലം. ഇതൊക്കെ ചില ബബിൾഗം ചമച്ചുകൊണ്ട് മാത്രമേ പഠിക്കൂ. എന്തെല്ലാം ശീലങ്ങളാണ് മനുഷ്യർക്ക്. ഇടയ്ക്ക് ക്ഷീണം വരുമ്പോൾ ചില ഉപാധികളൊക്കെ കുഴപ്പമില്ല. ചിലർ അല്പം കാപ്പി കുടിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരു ബബിൾഗം ചവച്ചതുകൊണ്ടോ ഒന്നും പ്രശ്നമില്ല. ഇവിടെ ഇത് ഉണ്ടായാലേ പഠിക്കാൻ പറ്റുമെന്ന രീതിയിലോട്ട് നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ അത് അപകടകരമായിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു പഠന പ്രശ്നം ലാംഗ്വേജ് പ്രോബ്ലമാണ്. ഭാഷാപരമായ പ്രശ്നങ്ങൾ ഒത്തിരി കുട്ടികൾക്ക് വിഷയമാണ്. ഒരു സ്കൂളിൽ അധ്യാപകർ ഉപയോഗിക്കുന്ന ഭാഷ, ഒരുപക്ഷെ അവരുടെ പാഠപുസ്തകങ്ങളുടെ ഭാഷ, അതേപോലെ മനസ്സിലാക്കാൻ പഠിക്കാൻ ചില ആൾക്കാർക്ക് പ്രയാസമുണ്ട്. അതൊന്ന് ഭാഷയാണ് പഠിക്കേണ്ടത്. അത് പഠിക്കേണ്ട വിഷയമായിട്ട് കൂട്ടിക്കലർത്താതെ ഭാഷാ പഠനത്തിനും പരിജ്ഞാനത്തിനുമായിട്ട് വേറെ സമയം കണ്ടുപിടിക്കണം. അപ്പോൾ അവർക്കത് പഠനം കുറച്ചുകൂടെ ലഘൂകരിക്കാൻ എളുപ്പമാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഗതിയാണ് ലേണിംഗ് ഡിഫിക്കൽറ്റീസ് ആൻഡ് ഡിസബിലിറ്റീസ്. അത് വളരെ ശരിയാണ്. നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിന് ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് ആവശ്യമുണ്ട്. എക്സ്പേർട്സിൻ്റെ അടുത്ത് എത്തേണ്ടതുണ്ട്. സൈക്കോളജിസ്റ്റിൻ്റെയോ കൗൺസിലേഴ്സിൻ്റെയൊക്കെ സഹായം നമ്മൾ തേടുന്നത് ഒത്തിരി നല്ലതായിരിക്കും. നമ്മൾ തന്നെ അത് പരിഹരിക്കാൻ നോക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവർ പഠിച്ച് നമുക്ക് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു തരികയും ആ വൈകല്യങ്ങൾ പരിഹരിക്കാനും അത് സഹായിക്കും. പഠനവുമായി ബന്ധപ്പെട്ട് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ട്രെസ്. ചില ആൾക്കാർക്ക് എക്സാം ഫീവർ ഉണ്ട്, 2 ദിവസം മുമ്പ് പനി തുടങ്ങും. ചിലർക്ക് ഇരിപ്പുറയ്ക്കാതെ വന്നിട്ട് ആങ്സൈറ്റിയൊക്കെ കൂടിയിട്ട് അങ്ങനെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നവയല്ല. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷ ഇന്നും ഒന്നുമില്ല തുടങ്ങിയതല്ല. നമ്മൾ LKG പഠിക്കുന്ന കാലം മുതലേ തുടങ്ങിയതാണ് ഈ പരീക്ഷയൊക്കെ. ഇനി ഇതൊന്നും അവസാനിക്കാനും പോകുന്നില്ല. ലൈഫ് ലോങ് ഈ പരീക്ഷയും പരീക്ഷണങ്ങളും നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനോടൊക്കെയുള്ള നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറ്റേണ്ടതുള്ളത്. പരീക്ഷയെ വെൽക്കം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്തതുള്ളവയോട് നമ്മുടെ ഉള്ള മനോഭാവം കുറച്ചുകൂടെ ലിബറലാവുന്ന നന്നായിരിക്കും. അതുകൊണ്ട് മനസ്സുകൊണ്ട് അതിനെ ആഹ്വാനം ചെയ്യുക, വരട്ടെ, നമുക്ക് നേരിടാം. എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. പല ആളുകളും കതിരിന്മേലാണ് വളം വയ്ക്കുന്നത്. അവസാന നിമിഷത്തിൽ പരീക്ഷയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു ചൂടും, കൂട്ടുകാരുടെ അടുത്ത് നിന്ന് നോട്ട്സ് തയ്യാറാക്കാനും ചില ഒന്നും പറ്റില്ല കോപ്പി അടിക്കാനും ഒക്കെ ആൾക്കാർ നോക്കുന്നത്. ഇതൊന്നും ശരിയായ രീതികളല്ലല്ലോ. ഒരു പഠനം അത് നല്ലൊരു ശീലമാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ കോഴ്സാണ്. അതിൽ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും അയാൾ റിവിഷൻ നടത്തേണ്ടതുണ്ട്. ഓരോ ആഴ്ചയിലും റിവിഷൻ നടത്തേണ്ടതുണ്ട്. ഓരോ മാസവും റിവിഷൻ നടത്തേണ്ടതുണ്ട്. അതിനിടയ്ക്കൊക്കെ ചില ടെസ്റ്റും എക്സാമും ഒക്കെ ക്ലാസ്സിൽ വരും. അവർ പെർഫോം ചെയ്യുമ്പോൾ ഇന്നർ സ്ട്രെങ്ത് കൂടും, സ്ട്രെസ്സൊക്കെ ഒഴിവാകും. അതുകൊണ്ട് സ്ട്രെസ്ഫുള്ളായിട്ട് ഒരു എക്സാമിനെ വരവേൽക്കാതെ മനോബലത്തോടു കൂടി ധൈര്യത്തോടു കൂടി അതിനെ വരവേൽക്കുന്നതായിരിക്കും ഉചിതം. മറ്റൊരു പ്രശ്നം ഹൈപ്പർ ആക്ടിവിറ്റിയാണ്. ധാരാളം കുട്ടികൾ ഈ പ്രശ്നത്തിന് വശംവദരാകുന്നുണ്ട്. പേരൻസ് തന്നെ കംപ്ലയിൻറ്റ് പറയാറുണ്ട്. ADHD ഒക്കെ അതിൻ്റെ ഭാഗമാണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അത്ര വലിയ ഡിസോർഡറൊന്നും അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഇരിപ്പുറയ്ക്കാത്തത്. എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ കുറേ ചലനങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ചലനങ്ങളിലുള്ള ഏകീകരണമായിരിക്കും അവർക്ക് നല്ലത്. ചലിക്കട്ടെ, അവർ നല്ലപോലെ ആക്ടിവിറ്റി കൊണ്ടുവരട്ടെ. ചില ജോലികളിൽ അവരെ ഏർപ്പെടുത്തുക, ചില ഉത്തരവാദിത്തങ്ങൾ അവർക്ക് കൊടുക്കുക, കൊച്ചു കൊച്ചു കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനുള്ള കഴിവ് അവർക്ക് വർദ്ധിക്കട്ടെ. അതുപോലെ കരാട്ടയോ യോഗയോ ഡാൻസോ ഇതെല്ലാം ചലനങ്ങൾ തന്നെയാണല്ലോ.
പക്ഷേ ഇത് വളരെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്ന സംഗതികളാണ്. ഒരു കരാട്ടെ, യോഗയോ ഡാൻസോ ഒക്കെ പഠിക്കട്ടെ, അവിടെയൊക്കെ ഒരു അധ്വാനവും പ്രയത്നവും ഒക്കെ ഉണ്ടല്ലോ, ശരീരം കൊണ്ട് ചെയ്യുന്നതുമാണ്. പക്ഷേ അവിടെ ഒരു കോർഡിനേഷനുണ്ട് ഇതിനെല്ലാം. അത് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ അവർ ചലിക്കരുത്, ഓടരുത്, പ്രവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതവർക്ക് അസ്വസ്ഥത ജനിപ്പിക്കത്തേ ഉള്ളൂ. പ്രവർത്തിക്കാൻ തന്നെയാണ് പറയേണ്ടത്. എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശമായിരിക്കും നല്ലത്. അത് അവരിൽ കൂടുതൽ ഏകാഗ്രത കൊണ്ടുവരാനും ഒരു ഓറിയൻറ്റേഷൻ കൊണ്ടുവരാനും അത് സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇതിലെല്ലാം അതിപ്രധാനമായ പ്രശ്നം ഇനി വരാൻ പോകുന്നതാണ്. അതായത് അവരുടെ സാമൂഹ്യ വൈകാരിക പ്രശ്നങ്ങളാണ്. പല കുട്ടികൾക്കും ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ കുടുംബപരമായ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഒരു വിവാഹ ചടങ്ങിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നില്ല, ഒരു മരണം നടക്കുന്ന വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകുന്നില്ല, മറ്റാഘോഷങ്ങളിലൊന്നും കാര്യമായ പങ്കാളിത്തമില്ലാതെ പോകുന്ന കുട്ടികൾ സോഷ്യലി വളരെ ഐസൊലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. ബിഹേവിയറിലൊക്കെ അത് തെളിയും. പല ബിഹേവിയറൽ പ്രോബ്ലം വരുന്നത് സോഷ്യൽ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് കുടുംബമായിട്ട് മറ്റ് വീടുകളിൽ പോകുന്നതും ഇങ്ങനെയുള്ള സാമൂഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കാളികളാകുന്നതും വളരെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതവരുടെ ഒത്തിരിയും സ്ട്രെസ്സ് കുറയ്ക്കും, ആങ്സൈറ്റി ന്യൂട്രലൈസ് ചെയ്യാനും സാധിക്കും. പല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ്. അതുപോലെയാണ് വൈകാരികമായ ഉള്ളിൽ വരുന്ന പല തള്ളിച്ചകളും കടന്നുകയറ്റവും പരിഹാരം കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. കുടുംബത്തിൽ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വ്യക്തിപരമായൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് അതിനെ നേരിടാനുള്ള കരുത്ത് പല കുട്ടികൾക്കും ഇല്ല. കുട്ടിക്കുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലും ചിലപ്പോൾ പേരൻസാണ് ചൂടോടെ അത് ഏറ്റെടുത്ത് അവർക്ക് പരിഹരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇന്നർ സ്ട്രെങ്ത് ഉണ്ടാവില്ല. എന്നാൽ ചില പ്രശ്നങ്ങളിലൊക്കെ അവർക്കും പങ്കാളിത്തം കൊടുത്ത് അവരെയും കൂടെ അത് അറിയിക്കുകയും അവരത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴൊക്കെ ആന്തരിക ബലം കൂടും. ഇതില്ലാതെ വരുന്ന കുട്ടികളാണ് ചെറിയ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൽ അസ്വസ്ഥരാകുകയും അതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് അവരുടെ പഠനത്തെ ശരിയായി ബാധിക്കും. വൈകാരിക പ്രശ്നങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് ലവ് അഫെയറുമൊക്കെ. ഒരാളുടെ ഒരിഷ്ടം തോന്നുക, അവരോടൊപ്പം ആയിരിക്കാൻ ആഗ്രഹിക്കുക, അത് അധികരിച്ച് ഒരുപക്ഷെ പഠനമൊക്കെ ലഘൂകരിക്കപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. അത് ശരിക്കും പഠനത്തെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. വിദ്യാർത്ഥിയുടെ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ട് അവരുടെ പഠന സമയം കൂടെ ഇത്തരം കാര്യങ്ങളിലേക്ക് വഴിതിരിഞ്ഞു പോകുന്നത് തീർച്ചയായിട്ടും പഠന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ വികാരങ്ങളെയും, സ്നേഹമാണെങ്കിലും സാഹോദര്യമാണെങ്കിലും കരുണയാണെങ്കിലും ദേഷ്യമാണെങ്കിലും പിണക്കമാണെങ്കിലും ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കരുത്ത് കുട്ടികളായിരിക്കുമ്പം തന്നെ നമ്മൾ ശീലിക്കേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു നല്ല അന്വേഷകന് പലതും തേടിപ്പിടിക്കേണ്ടതുണ്ട്, ഒപ്പം പലതും വേണ്ടെന്ന് വയ്ക്കേണ്ടതുണ്ട്. അത് തിരിച്ചറിയേണ്ടത് അവരവർ തന്നെയാണ്. ഒരുപക്ഷെ മാതാപിതാക്കളും ഗുരുക്കന്മാരും കൊടുക്കുന്ന മാർഗനിർദ്ദേശനം ഉപകരിക്കുകയും ചെയ്യും. ഇങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. പ്രശ്നങ്ങളെ കാണുമ്പോൾ അസ്വസ്ഥരാകാതെ, അകന്നു പോകാതെ അതിനെ നേരിടുക. ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിഹരിക്കാം, ചിലതൊക്കെ പേരൻസിന് നിങ്ങളെ സഹായിക്കാനും പറ്റും. എന്നാൽ മറ്റ് ചില പ്രശ്നങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അത് പഠിക്കുകയും വിഷയത്തിൽ പ്രാവീണ്യം നേടുകയും ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സഹായം ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് സഹായിക്കും. അവിടെയാണ് ക്ലിനിക്കൽ സപ്പോർട്ടിൻ്റെ പ്രസക്തി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് കൗൺസിലേഴ്സിനെയോ സൈക്കോളജിസ്റ്റിനെയോ കാണുന്നതിന് മടിക്കരുത്. താങ്ക് യു. നമസ്തേ.